സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ, നിർദ്ദേശങ്ങളെല്ലാം താഴെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 22,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഇന്ന് മാർക്കറ്റ് 529 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്ന ഒരു ഫർദർ അപ്പ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്നാണ്. മാർക്കറ്റ് BSEയുടെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് $5 ട്രില്യൺ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. റെക്കോർഡ് ഹൈ ആണ് ഇത്. ആദ്യമായിട്ടാണ് 5 ട്രില്യൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നത്. BSEയിലാണ് കൂടുതൽ കമ്പനികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അരവിന്ദ് ഫാഷൻസിൻ്റെ Q4 റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 39.7 കോടി വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ JK ടയേഴ്സിൻ്റെ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 56% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബെല്ലിൻ്റെ Q4 റിസൾട്ടിൽ പ്രോഫിറ്റ് 25% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറിസ് ലൈഫ് സയൻസ് Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 29.5% വർദ്ധിച്ചതായാണ് കാണുന്നത്. ഡെലിവറി ഇന്ന് 10% ഒരു സ്റ്റോക്ക് പ്രൈസ് 10% ഇടിവ് രേഖപ്പെടുത്തി. കാരണം Q4 റിസൾട്ടിൽ പ്രതീക്ഷിച്ച അത് നഷ്ടം തന്നെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ്. ദെൻ IRFC ഇന്ന് 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി. Q4 റിസൾട്ടിൽ 34% വർധനവ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. RVN റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഇന്ന് 15% കയറിപ്പോയിരിക്കുന്നത്. സദേൺ റെയിൽവേയിൽ നിന്ന് 148 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയതാണ് ഇതിന് കാരണം. ബെൽ ഇന്ന് 5.8% അപ്പ് മൂവ്മെൻറ്റ് വന്ന് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപേ വായിച്ച വാർത്തയുടെ ഒരു കണ്ടിന്യൂഷനാണിത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇന്ന് 9% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി. ഒരു പുതിയ 52 വീക്സ് ഹൈ വന്നിട്ടുണ്ട്. സൂപ്പർ Q4 റിസൾട്ടിന് ശേഷമാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. വെൽസ്പൺ എൻ്റർപ്രൈസസിൻ്റെ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 45% കുറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് കളക്ട് ചെയ്തത്. നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കറൻറ്റ്ലി ഒരു സമ്മിശ്ര പ്രതികരണമാണ്. വലിയ രീതിയിൽ മുകളിലോട്ടോ താഴോട്ടോ ഒന്നുമില്ല. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,645 ട്രേഡിംഗ് നടക്കുന്നു. 27 പോയിന്റ് ഗ്രീനിലാണ്. നിക്കി 122 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 415 പോയിന്റ് റെഡിലാണ്. ഒട്ടുമിക്ക മാർക്കറ്റുകളും റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. ഈ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 97 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 186 പോയിന്റിന്റെ 0.83% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടി. ഇന്ന് ഓപ്പണായി 22,405 നിന്ന് 124 പോയിന്റ് ലാഭത്തിൽ 22,529 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 31 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 19 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദാൽകോ, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, JSW Steel തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് ഉയർത്താൻ സഹായിച്ചത്. അതേസമയത്ത് നെസ്ലെ ഇന്ത്യ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, മാരുതി, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് ഇറങ്ങാനും നല്ല രീതിയിൽ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറി വന്നത്. കഴിഞ്ഞ ഒരാഴ്ച 5 ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 501 പോയിന്റിന്റെ ഒരു ലാഭമാണ് അല്ലെങ്കിൽ ഒരു ഗെയിനാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം മെയ് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 39 പോയിന്റ് നഷ്ടത്തിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 6.26% വർദ്ധിച്ച് 21.81 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിക്സ് പമ്പ് ചെയ്ത് കയറുന്ന വലിയ ഒരു ദുരന്ത സൂചനയാണ്. നിഫ്റ്റി ഇന്ന് നാരോ CPR ആയിരുന്നു. പക്ഷേ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ പറയാനില്ല. ബാങ്ക് നിഫ്റ്റി ഇന്ന് 47,927 ഓപ്പണായി 121 പോയിന്റിന്റെ ഗെയിനോടുകൂടി 48,048 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,374 ഓപ്പണായി 64 പോയിന്റ് ലാഭത്തിൽ 21,438 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,843 ഓപ്പണായി 110 പോയിന്റ് ലാഭത്തിൽ 73,953 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് ഇന്ന് ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 11,340 ഓപ്പണായി 1 പോയിന്റ് നഷ്ടത്തിൽ 11,339 ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $78.42
ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $2426 ഗോൾഡിൻ്റെ ഗോൾഡ് റേറ്റ് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. 2425 ഒരു ഓൾ ടൈം ഹൈ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. 83 രൂപ 31 പൈസയാണ് ഇന്നത്തെ ഒരു US ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. സോ നമുക്കത് നാളെ രാവിലെ നോക്കാം. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് 3.88% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി. കാരണം ചൈനയിൽ മെറ്റൽ പ്രൊഡക്ഷനിൽ ചില ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട് എന്നത് അടുത്തതാര് എന്ന ചോദ്യത്തിന് ഇന്ത്യയാണ് അടുത്തൊരു പ്രധാന മെറ്റൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ എത്തും എന്ന ഒരു പ്രതീക്ഷയിലാണ് മെറ്റൽ സെക്ടർ നന്നായിട്ട് കയറിപ്പോകുന്നത്. എന്തായാലും നിഫ്റ്റി മെറ്റൽ, PSU ബാങ്ക്, മീഡിയ, ഫാർമ, ഓട്ടോ ഇത്രയും സെക്ടറുകളാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചത്. ETF നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് 1.25% ഗ്രോത്ത് ഉണ്ടാക്കി. ഫാർമ ബീസും നിഫ്റ്റി ബീസും മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇന്ന് 9.27% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ആസ്ട്രൽ ഇന്ന് 5.23% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, വേദാന്ത ലിമിറ്റഡ്, ജിന്ദാൽ സ്റ്റീൽ, ഹിന്ദാൽകോ, കോൾ ഇന്ത്യ, ഹിന്ദ് പെട്രോ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, അദാനി പോർട്സ്, ആസ്ട്ര DMS, സിപ്ല, ഡിവിസ് ലാബ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്ട്രൽ, കുമിൻസ് ഇന്ത്യ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, TVS മോട്ടോർ, നെസ്ലെ ഇന്ത്യ, ICICI, GI, AU ബാങ്ക്, ICICI പ്രൂലി, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, മാരുതി, ICICI ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 900 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1422 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.1 മാറിയിരിക്കുകയാണ്. ക്ലിയർലി ബുള്ളിഷാണ് ഇത്. 22,529 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 61 പോയിന്റ് മുകളിലായിട്ട് 22,590 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷാണ്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 23,000 1,13,00,000 കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 22,500 89 ലക്ഷം പുട്ട് മാത്രമാണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.73 ആണ്. ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 48.048 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 48 പോയിന്റ് മുകളിലായിട്ട് 48.096 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 48,000 49 ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് 48,000 തന്നെയാണ്. 42 ലക്ഷം പുട്ട് റൈറ്റിംഗ് ആണ് 48,000 നടന്നിട്ടുള്ളത്. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ അവന്തി ഫീഡ്സ്, അശോക ബിൽക്കോൺ, A1 ആസിഡ്, ബിർള പ്രിസിഷൻ, അശോക റിഫൈനറീസ്, ശ്യാം സെഞ്ചുറി ഫെറോസ്, സർതാക് മെറ്റൽസ്, സുനിത ടൂൾസ്, റത്തൻ ഇന്ത്യ പവർ, ടീം ലീ സർവീസസ്, സെൻറ്റം ഇലക്ട്രോണിക്സ്, ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ്, ടോറന്റ് പവർ, ഇൻഡോ അമീൻസ് ഇത്രയും സ്റ്റോക്കുകൾ. ഇത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. ഏകദേശം 190 സ്റ്റോക്കുകൾ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA FOMC മിനിറ്റ്സ്, USA EIA ഗ്യാസോലിൻ സ്റ്റോക്സ് ചേഞ്ച്, USA EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്സ് ചേഞ്ച്, USA എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ്, ജർമ്മനി 10-year ബണ്ട് ഓപ്ഷൻ, UK ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ജപ്പാൻ മെഷീനറി ഓർഡർ ഇയർ ഓൺ ഇയർ ഇത്രയും ഇവന്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 24 ട്രേഡുകളിൽ നിന്നായിട്ട് 1:2.45 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 5% ലാഭം അഥവാ 30,266 രൂപയുടെ ലാഭമാണ് ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ ജസ്റ്റ് ബ്രേക്ക് ഇവനായി പോയി. ബാങ്ക് നിഫ്റ്റി ഫിനാൻസ് സെക്ടർ വളരെ മോശമായിരുന്നു അന്നത്തെ പെർഫോമൻസ്. ബാങ്ക് നിഫ്റ്റിയിൽ 4.7% പ്രോഫിറ്റ് ലോസ് ഉണ്ടായി. ഫിൻ നിഫ്റ്റിയിൽ 6.1% ലോസ് ഉണ്ടായി. മിഡ് ക്യാപ്പിൽ ബ്രേക്ക് ഇവനായി പോയതേ ഉള്ളൂ. സെൻസെക്സിൽ 1.4% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് 39% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 2 ട്രേഡുകളിൽ ഞങ്ങൾക്ക് ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ 100% പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 43.98% പ്രോഫിറ്റാണ് ഇതുവരെയും ഉറപ്പാക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. എക്സ്പയറിയിൽ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു യെസ്റ്റർഡേ ഹൈ കട്ട് അല്ലെങ്കിൽ നോ ട്രേഡ് സോണിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് സാധ്യതയുണ്ട് എന്നുള്ളത്. ബട്ട് ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിലായിട്ട് ഒരു റിക്കവറിക്ക് ശ്രമിച്ചു, നടക്കാതെ തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത്. കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഫിനാൻസ് സെക്ടറിൽ നിന്നും പൊതുവെ വീക്കായിരുന്നു, ഹൈ വോളാറ്റൈലാണ്. സോ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്.
സോ ഇന്ന് വളരെ വൈകിയത് കാരണം ഞാൻ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.